കുറച്ച് അധികം ലെങ്തി ആയിപ്പോയി. കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കിയിരുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു പടം. കുറച്ച് ലാഗിയുണ്ട്, ഗ്രാഫിലൊക്കെ കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺസ്, കുറച്ച് ഡൗൺസ് കുറച്ചുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട നായികയുടെ പെർഫോമൻസ് ആണ്. നായിക ഗംഭീര പെർഫോമൻസ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി എടുത്തു പറയാം. അതുപോലെ തന്നെ ഷമ്മി തിലകൻ ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ മൂവി. ഓക്കെ, മാസ് കുഴപ്പമില്ല. നോവലൊക്കെ പോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. ഡബിൾ മോഹനെ നായകനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ സമയം അതാണ് ഇച്ചിരി കൂടിപ്പോയത്. വേറെ കുഴപ്പമൊന്നുമില്ല. നോവൽ ഞാൻ വായിച്ചിട്ടുള്ള നോവലൊക്കെ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഷമ്മിത്തിലെ ഉഗ്രനായിട്ടുണ്ട്. ഷമ്മിത്തിലെ നന്നായിട്ട് പടം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രനാണ്. ഒരു കട്ടക്ക് തെക്കുന്നോളൂ, പൃഥ്വിരാജായിട്ട് കട്ടക്ക് തെക്കുന്നോളൂ ഷമ്മിത്തിലും ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടന്റായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ലെങ്ത് കൂടുതലായി, ആ കഥ ഡീറ്റെയിലിംഗ് കുറച്ചധികം ആയതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടെന്നുള്ള ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ടെക്നിക്കലി അടിപൊളിയാണ്. ക്യാമറ വർക്കും ലൊക്കേഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഷമ്മി തിലകൻ പൃഥ്വിരാജിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള അവർ തമ്മിലുള്ള ഒരു ക്ലാഷൊക്കെ ഗംഭീരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു തിയേറ്റർ വായിച്ചായിട്ടുള്ള ഒരു മൂവിയാണ്. അങ്ങനെ നമ്മൾ പുഷ്പയായിട്ട് അങ്ങനെയൊന്നും കമ്പയർ ചെയ്യണ്ട. ഇത് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കഥയാണ്. പക്ഷേ കുറച്ചൊരു സ്ലോ പേസിൽ ബിൽഡ് ചെയ്തു എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിലൊരു റൺ ടൈം കുറച്ച് എഡിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു വാച്ചബിൾ ആയിട്ടുള്ള മൂവി തന്നെയായിട്ടാണ് എൻഡ് ചെയ്തത്. ഷമ്മി തിലകനാണ് കലക്കിയത് കേട്ടോ. പൃഥ്വിരാജ് മാസാണ് റൊമാൻറ്റിക്കാണ്. ഒന്ന് പറയും, നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ, ഉറപ്പായിട്ടും കാണണം. രാജുവേട്ടൻ്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ ഷമ്മി തിലകന്റെ അഭിനയത്തിനെ കുറിച്ച് നമ്മൾ എന്തോ പറയാനാണ്. സാധ്യമാണ്. ഒരുപാട് കാലത്തിന് ശേഷം പൃഥ്വിരാജിനെ കാണാത്തൊരു പൃഥ്വിരാജ് മൂവി അതാണ്. ഒരു മാസം എന്റർടൈനർ അങ്ങനത്തെ എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമില്ല. അസാധ്യ മൂവി. പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൃഥ്വിരാജിനൊപ്പം ചില സമയത്ത് പൃഥ്വിരാജിന് മുകളിലേക്ക് പോയോന്ന് തോന്നും. അത്രയും മികച്ച രീതിയിൽ തന്നെ കൈയിറക്കത്തോടുകൂടി ഷമ്മി തിലകൻ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. വെരി നൈസ്, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മ്യൂസിക് നല്ലതാണ്. പൃഥ്വിരാജ് ഓഫ് കോഴ്സ് ഗുഡ്. തിലകൻ ചേട്ടനെ പലപ്പോഴും നമുക്ക് ഓർമ്മ വരും പടത്തിൽ. നോവല് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നോവല് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ വന്നിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. അടിച്ചു കൊടുത്തോ?